നമസ്കാരം. ഇന്നത്തെ സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ശബരിമലയിൽ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണപ്പാളികൾ തിരികെ എത്തിച്ചു. അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയ പാളികൾ കോടതി അനുമതി കിട്ടുന്നതുവരെ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കും. ശുദ്ധിക്രിയകൾക്ക് ശേഷം തുലാമാസ പൂജയ്ക്ക് നട തുറക്കുമ്പോൾ പുനഃസ്ഥാപിക്കും. വർഷത്തെ എൻ്റെ സിനിമാ ജീവിതത്തിലെ കിട്ടിയ ഒരു ഏറ്റവും വലിയൊരു അവാർഡായിട്ട് ഞാനിതിനെ കാണുന്നു. ആദ്യം ഇതിൻ്റെ ജൂറിയോടും ഇന്ത്യൻ ഗവൺമെൻറ്റിനോടുമുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. എൻ്റെ ഈ അവാർഡ് ഞാൻ മലയാള സിനിമയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യാണ്. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര തിളക്കത്തിൽ മോഹൻലാൽ മലയാള സിനിമയുടെ പൈതൃകത്തിനും കലാമേന്മയ്ക്കും അചഞ്ചലമായ ആവേശത്തിനും സമർപ്പിക്കുന്നുവെന്ന് താരം. ഈശ്വരനും ഒപ്പം പ്രവർത്തിക്കുന്നവർക്കും ഹൃദയത്തിലേറ്റിയ ആരാധകർക്കും നന്ദി. സിനിമ എന്ന മാജിക് സൈക്കിളിൽ 48 വർഷം നിൽക്കുന്നത് വലിയ ഭാഗ്യമെന്ന് മോഹൻലാൽ. ആഘോഷമാക്കി സിനിമാ ലോകവും ആരാധകരും. അയ്യപ്പസംഗമത്തിൽ ആൾ കുറവെന്നത് കള്ളപ്രചരണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പ്രതീക്ഷ 3000 പേരുടെ സ്ഥാനത്ത് 4600 പേർ എത്തിയെന്നും ഒഴിഞ്ഞ കസേര ദൃശ്യങ്ങളാകുമെന്നും MV ഗോവിന്ദൻ. പ്രതീക്ഷിച്ചതിൽ കവിഞ്ഞ വിജയമെന്ന VN വാസവൻ. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള തട്ടിപ്പെന്ന് KC വേണുഗോപാൽ. എയിംസിന് വേണ്ടി തൃശൂരിൽ സ്ഥലം തരാത്തത് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വച്ചെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തൃശൂരിൽ എയിംസ് വന്നാൽ MP എന്ന നിലയിൽ തനിക്ക് ലഭിച്ചേക്കാവുന്ന ഗരിമ തടയുകയാണ് ലക്ഷ്യമെന്നും കേന്ദ്രമന്ത്രി. മെഡിക്കൽ സൗകര്യങ്ങൾ കുറവുള്ള ആലപ്പുഴയിലാണ് എയിംസ് വരേണ്ടതെന്ന് രമേശ് ചെന്നിത്തല. CPI 25ാം പാർട്ടി കോൺഗ്രസിന് ചണ്ഡീഗഡിൽ തുടക്കം. പൊതുസമ്മേളനം അല്പസമയത്തിനകം. പ്രായപരിധി നിബന്ധന നടപ്പാക്കിയാൽ നിലവിലെ അഖിലേന്ത്യാ സെക്രട്ടറി D രാജ പദവിയുടെയും അമർജിത് കൗറിന് പ്രധാന പരിഗണന. ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് കേരളത്തിൽ നിന്ന് ആരൊക്കെ എന്നത് നിർണായകം. ഏഷ്യാ കപ്പിൽ ഇന്ന് സൂപ്പർ സൺഡേ. ഇന്ത്യയും പാകിസ്ഥാനും വീണ്ടും നേർക്കുനേർ. ഫൈനൽ പ്രവേശനത്തിന് ഇരു ടീമുകൾക്കും ജയം അനിവാര്യം. ശബരിമല ശ്രീകോവിലിന് മുൻപിലുള്ള ദ്വാരപാലകരുടെ ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ തിരികെ എത്തിച്ചു. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ഇന്ന് പുലർച്ചെയാണ് സ്വർണ്ണപ്പാളികൾ തിരികെ സന്നിധാനത്ത് എത്തിച്ചത്. സന്നിധാനത്തെ സ്ട്രോങ് റൂമിലാണ് സ്വർണ്ണപ്പാളികൾ സൂക്ഷിച്ചിട്ടുള്ളത്. കോടതിയുടെ അനുമതി ലഭിച്ച ഉടനെ തന്ത്രിയുടെ ആജ്ഞപ്രകാരം കലശം ഉൾപ്പെടെയുള്ള പൂജകൾ നടത്തി തിരികെ സ്ഥാപിക്കും. വിവരങ്ങളുമായി കണ്ണൻ ദേവ് ചേരുകയാണ്. കണ്ണൻ, ഏറെ വിവാദമായൊരു സംഭവം തന്നെയായിരുന്നു. കോടതിയുടെ അനുമതി ഇല്ലാതെയായിരുന്നു ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോയത്. പക്ഷേ ഇപ്പോൾ കോടതിയുടെ അനുമതി ലഭിച്ച ശേഷം മാത്രമേ അത് പുനഃസ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അറിയുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അത് തീർച്ചയായിട്ടും വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ച സംഭവമായിരുന്നു ഈ ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ ഇവിടെ നിന്നും കൊണ്ടുപോയത്, ശബരിമലയിൽ നിന്നും കൊണ്ടുപോയത്. അത്തരത്തിൽ ഇത് വലിയ വിവാദമായതിന് പിന്നാലെ ഈ വിശദീകരണവുമായൊക്കെ ദേവസ്വം ബോർഡ് എത്തിയിരുന്നു. അതായത് ഇത് അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലേക്കാണ് കൊണ്ടുപോയത്. ഇവിടെ ശബരിമലയിൽ ഇത്തരത്തിൽ ഇത് അറ്റകുറ്റപ്പണി നടത്താൻ സൗകര്യമില്ല എന്നതൊക്കെയായിരുന്നു അന്ന് ദേവസ്വം ബോർഡ് പറഞ്ഞിരുന്നത്. ആ സ്വർണ്ണപ്പാളികളാണ് ഇന്ന് പുലർച്ചെയോടെ വീണ്ടും അറ്റകുറ്റപ്പണികളൊക്കെ പൂർത്തിയാക്കി ശബരിമലയിലേക്ക് തിരിച്ചെത്തിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഇത് സ്ട്രോങ് റൂമിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഇനിയും ഇത് ഹൈക്കോടതിയുടെ അനുമതി ലഭിച്ചാൽ മാത്രമേ ഇത് തിരികെ സ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല തന്ത്രിയുടെ അനുജ്ഞ ആവശ്യമാണ് ഇക്കാര്യത്തിൽ. ഇതെല്ലാം കണക്കിലെടുത്ത് ഏതാണ്ട് തുലാമാസ പൂജകൾക്ക് ഇത് തിരികെ പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് ദേവസ്വം ബോർഡ് കരുതുന്നത്. ഈ സംഭവം സംബന്ധിച്ച് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ 2019 ഈ സ്വർണ്ണപ്പാളി സ്ഥാപിച്ചതിലടക്കം ഹൈക്കോടതി സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതിലെ തൂക്കക്കുറവ് ഉൾപ്പെടെ കാര്യങ്ങൾ ഹൈക്കോടതി ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷം ഹൈക്കോടതി ഈ സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു. അത്തരത്തിൽ വിജിലൻസ് അന്വേഷണമൊക്കെ പുരോഗമിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ സ്വർണ്ണപ്പാളികൾ തിരികെ ശബരിമലയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇത് ഇവിടുത്തെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ശരി കണ്ണൻ ദേവ്. ശബരിമല ശ്രീകോവിലിന് മുൻപിലുള്ള ദ്വാരപാലകരുടെ ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ തിരികെ എത്തിച്ചിരിക്കുകയാണ്. അറ്റകുറ്റപ്പണികൾക്കായി പൂർത്തിയാക്കി ഇന്ന് പുലർച്ചെയാണ് സ്വർണ്ണപ്പാളികൾ തിരികെ സന്നിധാനത്ത് എത്തിച്ചത്. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു കണ്ണൻ ദേവ്. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര നിറവിൽ മോഹൻലാൽ. 48 വർഷത്തെ സിനിമാ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അവാർഡ് എന്നും
അവാർഡാണ് ഇതെന്നും മലയാള സിനിമയ്ക്ക് അവാർഡ് സമർപ്പിക്കുന്നതായി മോഹൻലാൽ പറഞ്ഞു. കൊച്ചിയിൽ മാധ്യമപ്രവർത്തകർക്കൊപ്പം കേക്ക് മുറിച്ച് അദ്ദേഹം സന്തോഷം പങ്കിട്ടു. ചൊവ്വാഴ്ച നടക്കുന്ന 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മോഹൻലാലിന് പുരസ്കാരം സമ്മാനിക്കും. മോഹൻലാലിന് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആഘോഷമാക്കുകയാണ് സിനിമാ ലോകവും പ്രേക്ഷകരും. ഇന്ന് രാവിലെയാണ് മോഹൻലാൽ കൊച്ചിയിലെത്തിയത്. 48 വർഷം നീണ്ട തന്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ പുരസ്കാരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നതെന്ന് മോഹൻലാൽ പറഞ്ഞു. മഹാരഥന്മാർ സഞ്ചരിച്ച വഴിയിലൂടെയാണ് ഞാനും സഞ്ചരിക്കുന്നത്. എന്നെ ഞാനാക്കി മാറ്റിയ എല്ലാവർക്കും നന്ദിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 48 വർഷത്തെ എൻ്റെ സിനിമാ ജീവിതത്തിൽ കിട്ടിയ ഒരു ഏറ്റവും വലിയൊരു അവാർഡായിട്ട് ഞാനിതിനെ കാണുന്നു. എന്നെ ഞാനാക്കി മാറ്റിയ മലയാള സിനിമ, അതിൽ പ്രവർത്തിച്ചിരുന്നവർ, എന്നോടൊപ്പം പ്രവർത്തിക്കുന്നവർ, ഇനി പ്രവർത്തിക്കാൻ പോകുന്നവർ, അവർക്കൊക്കെ ഞാൻ നന്ദി പറയുന്നു. മലയാള സിനിമ എൻ്റെ ഈ അവാർഡ് ഞാൻ മലയാള സിനിമയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യാണ്. സ്വപ്നത്തിൽ പോലും ഇല്ലാതിരുന്ന കാര്യമാണ് ഈ അവാർഡെന്നും ഈ നിമിഷത്തെക്കുറിച്ച് മാത്രമാണ് ഇപ്പോൾ ചിന്തിക്കുന്നതെന്നും മോഹൻലാൽ പ്രതികരിച്ചു. അപ്പം ഇത്രയും വർഷത്തെ ഒരു യാത്രയിലെ ഈ നിമിഷം, ഈ അവാർഡ് എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയുള്ളതാണ്. നല്ല സിനിമ ചെയ്യണം, നല്ല ആൾക്കാരുമായിട്ട് സഹകരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അത് സംഭവിക്കട്ടെ. ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നടന്മാരോട് അഭിനയിക്കാൻ സാധിച്ച വളരെ അപൂർവം പേരിൽ ഒരാളാണ് ഞാൻ. പിന്നെ മുകളിലേക്ക് കയറുമ്പം കൂടെ നിൽക്കുന്നവരെ നോക്കുക. കാര്യം താഴേക്ക് ഇറങ്ങുമ്പോഴും അവരുണ്ടാവും സപ്പോർട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ മുകളിൽ ഇവരെ നോക്കാതെ പോയി കഴിഞ്ഞാൽ താഴേക്ക് വരുമ്പോൾ ആരും നിങ്ങളെ നോക്കില്ല. അത്രയേ ഉള്ളൂ. നാളെ ദൃശ്യം 3 സിനിമ ആരംഭിക്കും. അതിനുശേഷം മോഹൻലാൽ ഡൽഹിക്ക് പോകും. ചൊവ്വാഴ്ച രാഷ്ട്രപതി ദ്രൗപദി മുർമു മോഹൻലാലിന് പുരസ്കാരം സമ്മാനിക്കും. 2ാം തവണയാണ് മലയാള സിനിമയ്ക്ക് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിക്കുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. നടൻ മോഹൻലാലിന് ലഭിച്ച ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കേരളത്തിന്റെ ആവേശകരമായ നേട്ടമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മോഹൻലാലിനെ ഇന്നലെ വിളിച്ച് അഭിനന്ദിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഏറ്റവും ശ്രദ്ധേയനായ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മോഹൻലാലിൻ്റെ ഈ നേട്ടം കേരളത്തിന് നൽകുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനം തന്നെയാണ്. അത് നേടിയെടുക്കാൻ മോഹൻലാലിലൂടെ നമുക്ക് സാധിച്ചിരിക്കുന്നു എന്നുള്ളത് അഭിമാന മുഹൂർത്തം തന്നെയാണ്. അയ്യപ്പ സംഗമത്തിൽ ആള് കുറവ് എന്നത് കള്ളപ്രചരണമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. 3000 പ്രതിനിധികളെ ഉദ്ദേശിച്ചു. 4600 പേർ വന്നു. നാണവും മാനവുമില്ലാതെ കള്ളപ്രചരണം നടത്തുകയാണ്. ഒഴിഞ്ഞ കസേര AI ദൃശ്യങ്ങളാകുമെന്നും MV ഗോവിന്ദൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. നിങ്ങൾക്ക് AI ഉപയോഗിക്കാം, നിങ്ങളെല്ലാം ഉണ്ടാക്കും. അതിന് സംശയം. നിങ്ങൾ എന്തിനാണ് നിങ്ങളിപ്പോൾ ബാധിക്കുന്നത്? ആർക്ക് വേണ്ടി ബാധിക്കുന്ന? അല്ല, ഞാൻ ചോദിക്കുന്നതാണ്, നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ബാധിക്കുന്നത്? അയ്യപ്പ സംഗമം പൊളിഞ്ഞു പോയി എന്ന് പറയാനാ? ആർക്ക് വേണ്ടിയാ? നിങ്ങൾ കണ്ടോ? വെറുതെ കള്ളപ്രചാരവേല നടത്തുകയാണെന്ന്. ആഗോള അയ്യപ്പ സംഗമം പ്രതീക്ഷിച്ചതിൽ കവിഞ്ഞ വിജയമായിരുന്നു എന്ന് മന്ത്രി VN വാസവൻ. 5000 പേർക്കിരിക്കാവുന്ന പന്തലായിരുന്നു. 4126 പേരാണ് സംഗമത്തിൽ പങ്കെടുത്തത്. പരിപാടി തുടങ്ങും മുൻപുള്ള വീഡിയോയാണ് പലരും തെറ്റായി പ്രചരിപ്പിച്ചത്. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് ശേഷം മറ്റ് സെഷനിൽ പങ്കെടുക്കാനാണ് ആളുകൾ പോയതെന്നും മന്ത്രി പറഞ്ഞു. എത്ര പേര് പങ്കെടുത്തു, എവിടെ നിന്നൊക്കെയായിരുന്നു വന്നിരുന്നത്, ഉള്ളടക്കം എന്തായിരുന്നു, ഇതെല്ലാം സംബന്ധിച്ച് അയ്യപ്പ സംഗമം കഴിഞ്ഞ ഉടൻ തന്നെ ഞങ്ങളൊരു വാർത്താസമ്മേളനം നടത്തി അവരെ സാക്ഷ്യപ്പെടുത്തി സംസാരിച്ച് ഞാൻ എല്ലാവരോടും ചോദിച്ചു, ഇതിന് വ്യത്യസ്തമായ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. ആരും വ്യത്യസ്തമായ ഒരു അഭിപ്രായം പറഞ്ഞില്ല. ആഗോള അയ്യപ്പ സംഗമം യഥാർത്ഥത്തിൽ ഒരു വിശ്വമാനവീയയുടെ മഹാസംഗമമായി മാറി. നമ്മൾ 3000 പേരെ ലക്ഷ്യമിട്ടായിരുന്നു നമ്മൾ നേരത്തെ രജിസ്ട്രേഷൻ നടപടികളും അനൗൺസ് ചെയ്തതും നടപടികളെല്ലാം നീക്കിയത്. എന്നാൽ പന്തല് ഞങ്ങൾ ഒരു 5000 പേർക്ക് ഇരിക്കാൻ ആവശ്യമായ രൂപത്തിൽ ക്രമീകരിക്കാൻ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ ചുമതലപ്പെടുത്തി. ആഗോള അയ്യപ്പ സംഗമം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള തട്ടിപ്പെന്ന് KC വേണുഗോപാൽ MP. അയ്യപ്പ ഭക്തരായ വിശ്വാസ സമൂഹം തട്ടിപ്പ് മനസ്സിലാക്കി. ശബരിമലയുടെ വികസനം നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. അയ്യപ്പസ്വാമിയെ രാഷ്ട്രീയ നേട്ടത്തിന്റെ വേദിയാക്കരുതെന്നും KC ആലപ്പുഴയിൽ പറഞ്ഞു. അയ്യപ്പ ഭക്തരായിട്ടുള്ള ആളുകൾ മുഴുവൻ തള്ളിക്കിടന്ന ഒന്നായിട്ടാണ് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ കണ്ട ശൂന്യമായ കസേരകളും ഈ സംഘാടകർ ഉണ്ടാക്കിയിട്ടുള്ള വലിയ ആരവങ്ങളും കൂട്ടി വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, പ്രത്യേകിച്ചിട്ട് അയ്യപ്പ ഭക്തരായിട്ടുള്ള വിശ്വാസ സമൂഹം ഇതിൻ്റെ തട്ടിപ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്.
ഇത് ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് തട്ടിക്കൂട്ടിയ ഒരു പരിപാടിയാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഇന്നലെ നോക്കിച്ചിട്ടുള്ള കാര്യം. പിന്നെ ആകെ ഉണ്ടായ ഞാൻ കണ്ടത് നമ്മുടെ ദേവസ്വം മന്ത്രി, നമ്മുടെ UP മുഖ്യമന്ത്രിയുടെ മെസ്സേജ് വായിക്കാൻ അദ്ദേഹത്തിൻ്റെ ഒരു അവസരം കിട്ടി. വളരെ ഒരു ആവേശകരമായിട്ടായിരുന്നു അദ്ദേഹം ബാധിച്ചത്. ആഗോള അയ്യപ്പ സംഗമം 100% പരാജയമെന്ന NK പ്രേമചന്ദ്രൻ MP. കാലിയായ കസേരകൾക്ക് മുന്നിലാണ് ചർച്ച നടന്നത്. എത്ര കോടി ചെലവഴിച്ചെന്ന് ജനങ്ങളോട് പറയണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ CPM-ന്റെ നേതൃത്വവും കേന്ദ്ര BJP നേതൃത്വവും തമ്മിലുള്ള അവിഹിത രാഷ്ട്രീയ ബന്ധം ഇന്നലത്തെ സംഭവത്തിലൂടെ മറനീക്കി പുറത്തു വരുന്നുണ്ട്. പക്ഷേ BJP പ്രത്യക്ഷത്തിൽ ബഹിഷ്കരിക്കാൻ തീരുമാനിക്കുകയും ബദൽ ആഗോള അയ്യപ്പ സംഗമം വിളിക്കാൻ വേണ്ടി അയ്യപ്പ സംരക്ഷണ സംഗമം വിളിക്കുകയും ചെയ്യുന്നു. ആ BJP-യുടെ സംസ്ഥാന ഘടക നേതൃത്വം കൊടുക്കുന്ന അതേ BJP-യുടെ UP സംസ്ഥാന മുഖ്യമന്ത്രിയാണ് ആഗോള അയ്യപ്പ സംഗമത്തിന് ആശംസകൾ നേർന്നുകൊണ്ടുള്ള സന്ദേശം അയച്ചത് എന്നുള്ളതും ഞാൻ നേരത്തെ പറഞ്ഞ അവിഹിതമായ കേന്ദ്ര BJP നേതൃത്വവും കേരള CPM നേതൃത്വവും തമ്മിലുള്ള അവിഹിത രാഷ്ട്രീയ ബന്ധം മറനീക്കി പുറത്തു വരുന്നതിന് തുല്യമാണ്. ആഗോള അയ്യപ്പ സംഗമം പരിപൂർണ്ണ പരാജയമെന്ന് രമേശ് ചെന്നിത്തല. 51 രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ എത്തുമെന്ന് പറഞ്ഞു. എന്നാൽ ഇരുമുടിക്കെട്ടുമായി എത്തിയ ഭക്തരുടെ പേരെഴുതി വെക്കുകയായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. എന്തേലും ചർച്ച അവിടെ നടന്നോ? പ്രധാനപ്പെട്ട ആളുകൾ വല്ലതും ചർച്ചയിൽ പങ്കെടുത്തോ? തന്നെയുമല്ല, ശബരിമല മാസ്റ്റർ പ്ലാൻ കഴിഞ്ഞ 9.5 വർഷമായി നടപ്പാക്കാൻ കഴിയാത്ത ആളുകളാണ് ഇപ്പോൾ ഞങ്ങൾ ഇനിയും ഈ പ്ലാനുകളും പദ്ധതികളും തയ്യാറാക്കുമെന്ന് പറയുന്നു. ഈ പ്ലാനും പദ്ധതിയും തയ്യാറാക്കി അവർക്ക് നടപ്പാക്കാനുള്ള എവിടെയാണ് സമയം? അപ്പം കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാനാണ് ഈ കോൺക്ലേവുകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കോൺക്ലേവിൽ ഒന്നല്ല എത്ര കോൺക്ലേവ് ഇപ്പോൾ നടക്കുന്നത്? പണം ധൂർത്തടിക്കുകയാണ്. ഖജനാവിലെ പണം ധൂർത്തടിച്ചുകൊണ്ട് കോൺക്ലേവുകൾ നടത്തുകയാണ് കേരളം മുഴുവൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. വൈകിട്ട് 5 മണിക്കാണ് പ്രധാനമന്ത്രി രാജ്യത്തോട് സംസാരിക്കുക. GST പരിഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രി വിശദീകരിക്കുമെന്നാണ് വിവരം. GST പരിഷ്കരണം നാളെ മുതൽ പ്രാബല്യത്തിൽ വരാനിരിക്കെയാണ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത്. നിലവിലുണ്ടായിരുന്ന 4 സ്ലാബുകൾക്ക് പകരം 2 സ്ലാബുകളാണ് പുതിയ പരിഷ്കരണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 33 ജീവൻ രക്ഷാ മരുന്നുകളെ GSTയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ചെറു കാറുകൾ ഉൾപ്പെടെ നിരവധി വസ്തുക്കളുടെ വിലയും കുറയും. പരിഷ്കരണം വഴിയുള്ള കുറവ് സാധാരണക്കാരിലേക്ക് എത്താനുള്ള എല്ലാ നടപടിയും കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ പ്രധാനമന്ത്രി വിശദീകരിക്കും. നവരാത്രി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി കൂടിയാണ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത്. CPI 25ാം പാർട്ടി കോൺഗ്രസിന് ചണ്ഡീഗഡിൽ തുടക്കം. അല്പസമയത്തിനകം സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനത്തിന് തുടക്കമാകും. വൈകിട്ട് ദേശീയ നിർവാഹക സമിതിയും യോഗം ചേരും. പ്രായപരിധി നിബന്ധന നടപ്പിലാക്കിയാൽ നിലവിലെ അഖിലേന്ത്യാ സെക്രട്ടറി D രാജ പദവിയൊഴിയും. വിവരങ്ങളുമായി KK പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ഈ പാർട്ടി കോൺഗ്രസിലെ പ്രധാന ഒരു ചർച്ച എന്ന് പറയുന്നത് തന്നെ D രാജ അഖിലേന്ത്യാ സെക്രട്ടറി സ്ഥാനം ഒഴിയുമോ അല്ലെങ്കിൽ തുടരുമോ എന്നുള്ളത് തന്നെയാണ്. ഇത് സംബന്ധിച്ച് പാർട്ടിയിൽ 2 അഭിപ്രായമുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് ഈ പാർട്ടി കോൺഗ്രസ് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ? ശ്രീജ, ചണ്ഡീഗഡിൽ CPIയുടെ 25ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. നിലവിലുള്ള സെൻട്രൽ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് പുറമെ കേരളത്തിൽ നിന്നുള്ള 4 മന്ത്രിമാരെ കൂടി ഇപ്പോൾ വേദിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അവരടക്കം പങ്കെടുത്തുകൊണ്ടാണ് ഇപ്പോൾ യോഗം ആരംഭിച്ചിരിക്കുന്നത്. 3 മണിവരെയാണ് പൊതുസമ്മേളനം ക്രമീകരിച്ചിട്ടുള്ളത്. അതിനുശേഷം ദേശീയ നിർവാഹക സമിതിയും ഒപ്പം തന്നെ ദേശീയ കൗൺസിൽ യോഗവും ചേരും. അതിനുശേഷം ഇന്നിപ്പോൾ സമ്മേളന നടപടികൾ അവസാനിക്കും. നാളെ രാവിലെയാണ് പ്രതിനിധി സമ്മേളനം ചേരുന്നത്. നാളെ തൊട്ടുള്ള അജണ്ടകൾ തീരുമാനിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് 2 പ്രധാന യോഗങ്ങൾ ഇപ്പോൾ വിളിച്ചു ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രീജ സൂചിപ്പിച്ചു തന്നെ D രാജ ഈ സമ്മേളനത്തിന് ശേഷം സെക്രട്ടറിയായി തന്നെ തുടരുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ D രാജയ്ക്ക് ഇതുവരെ CPI മുന്നോട്ട് വെച്ച പ്രായപരിധി പ്രശ്നമുണ്ട്. പക്ഷേ D രാജയ്ക്ക് സമ്മേളനത്തിന്റെ ഭാഗമായി ഒരു തവണ മാത്രമാണ് അദ്ദേഹം പാർട്ടിയുടെ സെക്രട്ടറി പദവിയിലേക്ക് എത്തി. അതുകൊണ്ട് ഒരു തവണ കൂടി അദ്ദേഹത്തിന് അവസരം നൽകണമെന്നൊരു വിഭാഗം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതേസമയം തന്നെ AITUC ജനറൽ സെക്രട്ടറിയായ അമർജിത് കൗറിന്റെ പേരടക്കം പ്രധാനമായും പരിഗണിക്കുന്നുണ്ട്. അങ്ങനെ D രാജ തന്നെ തുടരുകയാണെങ്കിൽ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് അമർജിത് കൗറിനെ കൊണ്ടുവരും. നേരത്തെ ബിനോയ് വിശ്വത്തിന്റെ പേരും
ദേശീയ സെക്രട്ടറി പദവിയിലേക്ക്, ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് പരിഗണിച്ചിരുന്നു. പക്ഷേ ബിനോയ് വിശ്വം സംസ്ഥാനത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചു എന്ന് ദേശീയ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് കേരളത്തിൽ നിന്ന് ഒരാൾ കൂടി വരേണ്ടതുണ്ട്. അത് പ്രകാശ് ബാബു ആണോ അല്ലെങ്കിൽ പി സന്തോഷ് കുമാർ MP ആണോ എന്നുള്ളതാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്ന. അക്കാര്യത്തിലടക്കം വൈകാതെ തീരുമാനമുണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, സംഘടനാ ചട്ടക്കൂടൊക്കെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കും അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ D. രാജ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ഈ സമ്മേളനത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ പങ്കെടുക്കുന്നത്. വിവിധ ഭാഗങ്ങളിൽ നിന്നായി സംസ്ഥാനത്തിന്റെയും പഞ്ചാബിന്റെയും ഒപ്പം തന്നെ മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ നിരവധിയായ ആളുകളാണ് ഈ പൊതുസമ്മേളനം നടക്കുന്ന മൊഹാലിയിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ശ്രീജ, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആലപ്പുഴയിൽ സ്ഥാപിക്കാൻ മുൻകൈയെടുക്കുമെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രസ്താവന ജില്ലയുടെ ആരോഗ്യ വികസന സ്വപ്നങ്ങൾക്ക് വീണ്ടും ചിറക് നൽകുകയാണ്. അനുയോജ്യമായ സ്ഥലം ഒരു ഘട്ടത്തിൽ പ്രധാന പ്രശ്നമായിരുന്നുവെങ്കിൽ ഇന്ന് അതും പരിഹരിക്കപ്പെട്ടതോടെ ഏറെ പ്രതീക്ഷയിലാണ് ആലപ്പുഴക്കാർ. അമ്പലപ്പുഴ പുറക്കാട്ടെ സ്മൃതി വനപ്രദേശത്ത് എയിംസ് എത്തിയാൽ അത് കേരളത്തിന്റെ വികസന വളർച്ചയ്ക്ക് ഒപ്പം നാട്ടുകാരുടെ ദുരിത ജീവിതത്തിനും അറുതിയാകും. 200 ഏക്കർ സ്ഥലമാണ് എയിംസിന് ആവശ്യം. ഇത് ലഭ്യമാക്കിയാൽ അനുകൂലമായ സമീപനമുണ്ടാകുമെന്ന് സർക്കാർ 2014 ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷവും കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിയിരുന്നില്ല. അടുത്തിടെയാണ് എയിംസ് ചർച്ചകൾ വീണ്ടും സജീവമായത്. സ്ഥലം കണ്ടെത്തുക എന്നതായിരുന്നു ഒരു ഘട്ടത്തിലെ പ്രധാന വെല്ലുവിളി. എന്നാൽ ജില്ലയിൽ ഇതിനനുയോജ്യമായ 3 സ്ഥലങ്ങളുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അമ്പലപ്പുഴ പുറക്കാടുള്ള ഗാന്ധി സ്മൃതി വനപ്രദേശമാണ് ഇതിൽ കൂടുതൽ അഭികാമ്യം. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി വിവിധ പദ്ധതികൾക്ക് സാക്ഷ്യം വഹിച്ച മണക്കൽ പാടശേഖരം ഇന്ന് വിഷപ്പാമ്പുകളുടെയും നീർനായ്ക്കളുടെയും വിഹാരകേന്ദ്രമായി മാറിയിരിക്കുകയാണ്. 100 മേനി വിളവുള്ള 636 പാടശേഖരം വനമില്ലാത്ത ആലപ്പുഴയ്ക്ക് ഒരു നിർമ്മിത വനം ലക്ഷ്യമിട്ടാണ് ഏറ്റെടുത്ത് 1994 പദ്ധതിക്ക് തുടക്കമിട്ടത്. തുടർന്നു വന്ന സർക്കാരുകൾ താൽപ്പര്യം കാണിക്കാതിരുന്നതോടെ പ്രദേശം കാടുകയറി. ഇതോടെ സമീപ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ജീവിതവും ദുരിതപൂർണമായി. മഴക്കാലത്ത് വെള്ളമുയർന്ന് സമീപ പ്രദേശങ്ങളെല്ലാം വെള്ളക്കെട്ടിലാകും. മുട്ടറ്റം ചെളിയിലാണ് പിന്നെ ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം. പാമ്പുകളുടെ കടിയേറ്റ് ഇതിനോടകം പൊലിഞ്ഞത് നിരവധി ജീവനുകളാണ്. ആലപ്പുഴ ജില്ലയിലെ പുറക്കാട് എയിംസ് വരുന്നതോടുകൂടി ഈ നാടിനാകെ, അമ്പലപ്പുഴയ്ക്കാകെ വലിയ മാറ്റമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ആരോഗ്യ മേഖലയിലെ മാറ്റം, അതിനപ്പുറമായി ഒരു നാടിൻ്റെ വികസനത്തിന് പോലും എയിംസ് ഉപകാരപ്പെടും എന്നുള്ളതാണ് നമ്മളെല്ലാം പ്രത്യാശ പ്രകടിപ്പിക്കുന്നത്. സ്ഥല സൗകര്യമാണ് നമ്മൾ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒന്ന്. അതിന് ഉതകുന്ന ഒന്നാണ് സ്മൃതിവന പദ്ധതി പ്രദേശം എന്നുള്ളത് കൊണ്ട് അവിടെ കിടക്കുന്ന സ്ഥലം അതിനുവേണ്ടി ഉപയോഗപ്പെടുത്താൻ ഗവൺമെൻറ് തയ്യാറായാൽ ഒരു വലിയ മാറ്റം, വലിയ മേന്മ ഈ കാര്യത്തിൽ ഉണ്ടാകും. എയിംസ് സ്മൃതി വനപ്രദേശത്ത് പ്രാവർത്തികമായാൽ വികസനത്തോടൊപ്പം പുറക്കാട് നിവാസികളുടെ നാളുകളായുള്ള ഈ ദുരവസ്ഥയ്ക്കും അവസാനമാകും. പകർച്ചവ്യാധികളുടെ പറദീസ എന്നറിയപ്പെട്ടിരുന്ന ആലപ്പുഴ ഇന്ന് ഏറെ മുന്നേറിയെങ്കിലും ജലജന്യ രോഗസാധ്യത വളരെ കൂടുതലാണ്. മത്സ്യത്തൊഴിലാളികളും കർഷകരും ഉൾപ്പെടുന്ന ജനവിഭാഗങ്ങൾ കൂടുതലായി അധിവസിക്കുന്ന ജില്ലയിൽ ആരോഗ്യമേഖലയിൽ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളിലും ചികിത്സാ സൗകര്യങ്ങളിലും വലിയ കുറവുകളും വെല്ലുവിളികളും നേരിടുന്നുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്നു കിടക്കുന്ന ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള ജില്ലയിൽ സ്വകാര്യ മേഖലയിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലില്ല. ഈ ഘടകങ്ങളെല്ലാം പരിഗണനയ്ക്കെടുത്താൽ പദ്ധതി പ്രാവർത്തികമാകേണ്ടത് ആലപ്പുഴ ജില്ലയിലെ ജനങ്ങളുടെ ജനകീയ ആവശ്യമാണ്. ഒരു പതിറ്റാണ്ടിലേറെയായി കേരളം കാത്തിരിക്കുന്ന എയിംസ് ആലപ്പുഴയിലേക്ക് എത്തുമോ എന്നാണ് കിഴക്കിൻ്റെ വെനീസ് ഇന്ന് ഉറ്റുനോക്കുന്നത്. അമൃത ന്യൂസ്, ആലപ്പുഴ. എയിംസിന് വേണ്ടി തൃശൂരിൽ സ്ഥലം തരാത്തത് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തൃശൂരിൽ എയിംസ് വന്നാൽ MP എന്ന നിലയിൽ തനിക്ക് ഗരിമയാകും. അതിനെ തടയുകയാണ് ലക്ഷ്യമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. തൃശൂർ അവണിശ്ശേരി പാലക്കൽ ശരിശ്ശേരിക്കാവ് ക്ഷേത്രത്തിന് സമീപം നടന്ന കലുങ്ക് സൗഹൃദ വികസന സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എയിംസ് ആലപ്പുഴ തന്നെ, അത് ഞാൻ തൃശ്ശൂർ 19 വന്ന് നിൽക്കുന്നതിന് മുമ്പ് പറഞ്ഞ ഒരു വാക്കാണ്. അതങ്ങനെ തന്നെ. അതല്ല ചില രാഷ്ട്രീയ ഉദ്ദേശത്തോടെ അത് ചെയ്യില്ല എന്ന് നിശ്ചയമെടുത്താൽ. മെഡിക്കൽ സൗകര്യങ്ങൾ കുറവുള്ള ആലപ്പുഴയിലാണ് എയിംസ് വരേണ്ടതെന്ന് രമേശ് ചെന്നിത്തല. ഹരിപ്പാട് 25 ഏക്കർ സ്ഥലമുണ്ട്. ആലപ്പുഴ ഗ്ലാസ് ഫാക്ടറിയിലും സ്മൃതിവനം മേഖലയിലും സ്ഥലമുണ്ട്. അത് സംബന്ധിച്ച വിവരങ്ങൾ സുരേഷ് ഗോപിയുമായി പങ്കുവച്ചിട്ടുണ്ട്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് ജനങ്ങൾ ഏറെ പ്രയാസം അനുഭവിക്കുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു. ആലപ്പുഴയിൽ 3-4 സ്ഥലങ്ങൾ സർക്കാർ ഭൂമി തന്നെയുണ്ട്. എൻ്റെ മണ്ഡലമായ ഹരിപ്പാട് മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് 25 ഏക്കർ സ്ഥലം കിടപ്പുണ്ട്. വേണ്ടി വന്നാലും 25 ഏക്കർ സ്ഥലം കൂടെ കിട്ടും. ആലപ്പുഴ ഗ്ലാസ് ഫാക്ടറിക്കടുത്ത് അല്ലേ സ്ഥലമുണ്ട്. അമ്പലപ്പുഴയിൽ എന്ത് വനമാണ്? സ്മൃതിവനം, അവിടെ സ്ഥലമുണ്ട്. H-1B വിസയ്ക്കുള്ള ഫീസ് $1 ലക്ഷം ഉയർത്തിയ അമേരിക്കൻ നടപടി സൂക്ഷ്മമായി നിരീക്ഷിച്ച ഇന്ത്യ. ഇന്നു മുതലാണ് നിരക്ക് വർധന പ്രാബല്യത്തിൽ വരുന്നത്. അതിനിടെ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ നാളെ അമേരിക്ക സന്ദർശിക്കും. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറുകളുടെ തുടർച്ചയുടെ ഭാഗമായാണ് സന്ദർശനം.
തദ്ദേശീയരായ പൗരന്മാർക്ക് തൊഴിൽ സ്ഥിരത ഉറപ്പാക്കാൻ കഴിഞ്ഞ കുറേ നാളുകളായി ട്രംപ് ഭരണകൂടം നിരവധി നടപടികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി കുടിയേറ്റം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇപ്പോൾ H-1B വിസയ്ക്കുള്ള ഫീസ് കുത്തനെ കൂട്ടിയത്. അമേരിക്കൻ നടപടിയിൽ കടുത്ത അതൃപ്തിയാണ് ഇന്ത്യ രേഖപ്പെടുത്തിയത്. നടപടി ഏത് തരത്തിൽ ഇന്ത്യൻ സമൂഹത്തെ ബാധിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയവും മറ്റ് വകുപ്പുകളും പരിശോധിച്ചു വരികയാണ്. ഇന്നു മുതലാണ് പുതുക്കിയ നിരക്ക് പ്രാബല്യത്തിൽ വരുന്നത്. പുതിയ അപേക്ഷകർക്ക് മാത്രമാണ് നിരക്ക് വർധനവ് ബാധകമാകുക എങ്കിലും വലിയൊരു ശതമാനം ഇന്ത്യൻ സമൂഹത്തെ വർധന ബാധിക്കുമെന്ന് ഉറപ്പാണ്. അമേരിക്കയിലെ വിവരസാങ്കേതിക മേഖലയിൽ കൂടുതലായി ജോലി ചെയ്യുന്നത് ഇന്ത്യൻ യുവാക്കളാണ്. ഈയിടെ അമേരിക്ക അനുവദിച്ച വിസകളിൽ 73% ഇന്ത്യൻ പൗരന്മാർക്കാണ്. നിലവിലെ കണക്ക് പ്രകാരം അമേരിക്കയുടെ സാങ്കേതിക മേഖലയിൽ 3 ലക്ഷത്തോളം വൈദഗ്ധ്യമുള്ള ഇന്ത്യൻ തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. അതിനിടെ കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ നാളെ അമേരിക്ക സന്ദർശിക്കും. അമേരിക്കൻ വാണിജ്യ സെക്രട്ടറിയുമായി ഇന്ത്യ അമേരിക്ക വാണിജ്യ കരാറുകൾ സംബന്ധിച്ച് ചർച്ചകൾ നടത്തും. വാണിജ്യ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും പീയൂഷ് ഗോയലിനൊപ്പം ഉണ്ടാകും. വ്യാപാര പ്രതിനിധികൾ കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയുടെ തുടർച്ചയായാണ് പീയൂഷ് ഗോയലിന്റെ അമേരിക്കൻ സന്ദർശനം. ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള വാണിജ്യ വ്യാപാര ബന്ധങ്ങൾ സുഗമമാക്കാൻ സന്ദർശനം വഴിയൊരുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അധിക തീരുമാനം ഏർപ്പെടുത്തിയ ശേഷം ആദ്യമായാണ് ഇന്ത്യ അമേരിക്ക മന്ത്രിതല ചർച്ച നടക്കുന്നത്. അതേസമയം പുതിയ വിസ നയത്തിലുള്ള ആശങ്ക കേന്ദ്രമന്ത്രി നേരിട്ട് അമേരിക്കയെ അറിയിക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. തിരുമല കൗൺസിലർ കെ അനിൽകുമാറിന്റെ മരണത്തിൽ പരസ്പരം പഴിചാരി CPM BJP ജില്ലാ നേതൃത്വങ്ങൾ. ഫാം ടൂർ സൊസൈറ്റിയുടെ കടബാധ്യതയുമായി ബന്ധപ്പെട്ട് പോലീസ് ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാണ് അനിൽകുമാർ ജീവൻ ഒടുക്കിയത് എന്ന് BJP ആരോപണം ശക്തമാക്കുന്നു. എന്നാൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട കടബാധ്യതയിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്നും ആർക്കൊക്കെയാണ് ഇടപാടുള്ളതെന്ന് കണ്ടെത്തണമെന്നും CPM ആവശ്യപ്പെടുന്നു. അതേസമയം അനിൽകുമാറിനെ സ്റ്റേഷനിലേക്ക് വിളിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല എന്ന് തമ്പാനൂർ പോലീസും വ്യക്തമാക്കിയിട്ടുണ്ട്. കെ അനിൽകുമാറിന്റെ ആത്മഹത്യാക്കുറിപ്പിലെ ചില വാചകങ്ങളാണ് പാർട്ടി നേതൃത്വത്തെ സംശയത്തിന്റെ നിഴലിലാക്കിയത്. താൻ എല്ലാവരെയും സഹായിച്ചിരുന്നുവെന്നും എന്നാൽ പ്രതിസന്ധി ഘട്ടത്തിൽ ഒറ്റപ്പെട്ടുപോയി എന്നുമാണ് കുറിപ്പിൽ പറയുന്നത്. അതേസമയം BJP നേതൃത്വത്തെക്കുറിച്ച് യാതൊരു പരാമർശവും ആത്മഹത്യാക്കുറിപ്പിൽ ഇല്ല. എന്നാൽ വിളപ്പിൽശാലയിലെ ഫാം സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് വൻ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നുവെന്നും അതിന്റെ പേരിലാണ് കൗൺസിലർ ജീവൻ ഒടുക്കിയതെന്നുമാണ് പ്രാഥമിക നിഗമനം. ഈ സൊസൈറ്റിക്ക് BJPയുമായി മറ്റു ബന്ധങ്ങളൊന്നുമില്ല എന്ന് നേതാക്കൾ വ്യക്തമാക്കി. സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം വേണമെന്നാണ് CPM ജില്ലാ നേതൃത്വം ആവശ്യപ്പെടുന്നത്. എന്നാൽ നിക്ഷേപകരുടെ പരാതിയുമായി ബന്ധപ്പെട്ട് തമ്പാനൂർ പോലീസ് അനിൽകുമാറിനെ വിളിച്ചുവരുത്തി ഭീഷണിപ്പെടുത്തിയെന്നും സമ്മർദ്ദം താങ്ങാനാവാതെ ജീവൻ ഒടുക്കിയെന്നുമാണ് BJP ജില്ലാ നേതൃത്വം ആരോപിക്കുന്നത്. CPMന്റെയും പോലീസിന്റെയും ഗൂഢാലോചന ഉണ്ടെന്നും BJP ആരോപിക്കുന്നു. അതേസമയം അനിൽകുമാറിനെ ഒരു ഘട്ടത്തിൽ പോലും സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുകയോ ചോദ്യം ചെയ്യുകയോ ഉണ്ടായിട്ടില്ലെന്ന് തമ്പാനൂർ പോലീസ് പറഞ്ഞു. BJPയുടെ ജില്ലയിലെ പ്രധാന നേതാവും സമരവേദികളിൽ മുന്നിൽ നിന്ന് നയിക്കുന്ന കൗൺസിലറും കൂടിയാണ് കെ അനിൽകുമാർ. കൗൺസിലറുടെ അപ്രതീക്ഷിത വിയോഗത്തിൽ CPMും BJPയും പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയുടെ സന്ദേശം ഉൾക്കൊണ്ട് മാലിന്യ നിർമ്മാർജ്ജന യജ്ഞത്തിലൂടെ മാതൃകയാവുകയാണ് അമൃത സ്കൂളിലെ വിദ്യാർത്ഥികൾ. അമ്മയുടെ 72ാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന ശുചീകരണ യജ്ഞത്തിലാണ് അമ്മയുടെ കുഞ്ഞുമക്കൾ പങ്കാളികളായത്. മാലിന്യ നിർമ്മാർജ്ജന സന്ദേശം ലോകത്തിന് പകർന്നു നൽകിയ അമ്മ അത് എങ്ങനെ നടപ്പിലാക്കാമെന്ന് നമുക്ക് കാട്ടിത്തന്നു. ഫലഭൂയിഷ്ടമായ മണ്ണിൽ ഒരു വിത്ത് എന്ന പോലെ അമ്മയുടെ കുഞ്ഞുമക്കളുടെ മനസ്സിൽ ഈ നന്മ കിളിർത്തപ്പോൾ അത് സമൂഹത്തിൽ ഒരു കെടാവിളക്കായി പ്രകാശിച്ചു. അമ്മയുടെ 72ാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി അമൃത സ്കൂളിലെ കുഞ്ഞുങ്ങൾ പൊതുസ്ഥലങ്ങളിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനായി മുന്നിട്ടിറങ്ങി. മധുരം പകരുന്ന മിഠായി പൊതികൾ പോലും വലിച്ചെറിയരുത് എന്ന നന്മബോധം ഇവർക്കുണ്ട്. അമ്മ പറയുന്നത് ലോകത്തിനെ സംരക്ഷിക്കണം, ലോകത്തിനെ നല്ലതുപോലെ നോക്കണം. ഫ്യൂച്ചറിലൊക്കെ ആകുമ്പം അത് എന്താ പറയുക, ഗ്ലോബൽ വാർമിംഗ് എല്ലാം കാരണം ഭൂമി നശിച്ചു. അപ്പം അതിനെ നമുക്ക് അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്. നാട്ടുകാരും നമ്മുടെ ഫാമിലി എല്ലാത്തിനെയും നമുക്ക് സംരക്ഷിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം നമുക്ക് ഒരു സന്തോഷമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അമൃതാനന്ദമയി മഠത്തിലെ സന്യാസിമാർക്കും ബ്രഹ്മചാരിണിമാർക്കുമൊപ്പം ഈ കുരുന്നുകൾ ആവേശത്തോടെ ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായി. അങ്ങനെ സമൂഹത്തിൽ നിന്ന് പഠിക്കേണ്ടത് ഉൾക്കൊണ്ടും സമൂഹത്തിന് പാഠമാകേണ്ട അമ്മയുടെ സന്ദേശം പ്രവർത്തിച്ചു കാട്ടിയും മാലിന്യ നിർമ്മാർജ്ജന യജ്ഞത്തിൽ അവർ പോരാളികളായി. അമൃത ന്യൂസ്, കൊല്ലം. ഏഷ്യാകപ്പ് സൂപ്പർ 4-ൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ഹസ്തദാന വിവാദം മുതൽ ടൂർണമെന്റ് ബഹിഷ്കരണ ഭീഷണി വരെ നീണ്ട ഗ്രൂപ്പ് മത്സരത്തിന് ശേഷം സൂപ്പർ 4-ലെ ആദ്യ മത്സരത്തിനായി ഇന്ന് ഇരു ടീമുകളും ഇറങ്ങും. മാച്ച് റഫറിയായി ആൻഡി പൈക്രോഫ്റ്റിനെ തന്നെ നിയമിച്ചതോടെ ഇന്ന് പാകിസ്ഥാന്റെ സമീപനം എന്താകുമെന്നാണ് കണ്ടറിയേണ്ടത്.
ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.